കൂടുതൽ വിശക്കണ്ട മോനെ, അതും പറഞ്ഞ് അവനെ തള്ളിമാറ്റി അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് അവളെ ചേർത്തിരുന്നു. എനിക്ക് വിശക്കും മോളെ, ഞാനൊരു പച്ചയായ മനുഷ്യനല്ലേ, വിശന്നാ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ കഴിക്കുകയും ചെയ്യും. അതും പറഞ്ഞ് അവൻ അവളുടെ മാറിലൂടെ തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് താഴേക്കൊന്ന് തഴുകി. അവൾ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. ജയ വേണ്ട, അവൾ പറഞ്ഞതും അവൻ അവളുടെ പിന്തലയിൽ പിടുത്തമിട്ടിരുന്നു. എന്താണെന്നൊന്നും ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ അവൻ അവളുടെ ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ടടുപ്പിച്ചു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചു. അവൻ അവളുടെ കീഴ്ചുണ്ട് നുണഞ്ഞെടുത്തു. ഷീതു ഒരു കൈ അവൻ്റെ തോളിലും മറുകൈ അവൻ്റെ കയ്യിലും അമർത്തിപ്പിടിച്ചു. അവൻ പതിയെ അവളുടെ ഇരു ചുണ്ടുകളും നുണഞ്ഞു. ഷീതുവും പതിയെ അവൻ്റെ ചുംബനം ആസ്വദിച്ചു തുടങ്ങി. ചുണ്ടിനെ അവളിൽ നിന്നും വേർപെടുത്താതെ തന്നെ അവൻ അവളെ പൊക്കിയെടുത്ത് കട്ടിലിൻ്റെ അടുത്തേക്ക് നടന്നു. പതിയെ അവളെ കട്ടിലിലേക്ക് കിടത്തിയതിനു ശേഷം അവനവൻ്റെ ചുണ്ടുകളെ അവളിൽ നിന്നും മോചിപ്പിച്ചു. ഷീതു കണ്ണുകൾ തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരു കുസൃതി ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന അവനെ കണ്ടതും അവൾക്ക് വല്ലാത്ത നാണം തോന്നി. കട്ടിലിൽ കിടക്കുകയായിരുന്ന പുതപ്പെടുത്ത് തലവഴിയെ മൂടി പുതച്ചുകൊണ്ട് ഷീതു നാണത്തോടെ തിരിഞ്ഞു കിടന്നു. ഷീതു അവളുടെ ചെവിയുടെ അടുത്തായി ചെന്ന് അവനവളെ വിളിച്ചു. എന്നിട്ടും അവൾ പുതപ്പ് തലയിൽ നിന്നും മാറ്റിയില്ല. എന്നാൽ പുതപ്പിനടിയിൽ കിടന്നവൾ നാണത്തോട് ചിരിക്കുകയായിരുന്നു. എടി പെണ്ണെ ഷീതു, അവൻ അവൾ പുതച്ചിരുന്ന പുതപ്പ് മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് വിളിച്ചു. എന്നാൽ അവൾ അതിൽ അമർത്തിപ്പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. കുറച്ചു നിമിഷം അങ്ങനെ കിടന്നതും അവനിൽ നിന്നും അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ്റെ അനക്കമൊന്നും ഇല്ലാഞ്ഞതും അവൾ പതിയെ പുതപ്പിൻ്റെ ഇടയിൽ കൂടി തലപൊക്കി അവനെ നോക്കിയതും അവൻ അവൾ പുതച്ചിരുന്ന പുതപ്പെടുത്ത് മാറ്റിക്കളഞ്ഞതും ഒന്നിച്ചായിരുന്നു. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവളൊന്ന് ഞെട്ടിപ്പോയി. അന്തം വിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളങ്ങനെ നോക്കുന്നത് കണ്ടതും അവൻ നല്ലതുപോലെ അവളെ നോക്കി ചിരിച്ചു കാണിച്ചു. അവളുടെ ഇടുപ്പിൽ കൂടി പിടിച്ച് അവൻ്റെ ശരീരത്തിലേക്ക് അവൻ അവളെ ചേർത്ത് കിടത്തി. എത്രയൊക്കെ എന്നോടിനി അടവെടുത്താലും ഇന്ന് ഞാൻ എൻ്റെ വിശപ്പ് മാറ്റും, കേട്ടോടി കുറുമ്പി പാറു. അതും പറഞ്ഞ് അവളുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ചു വലിച്ചു അവൻ. അവൾ കുറുമ്പോടെ ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി കിടന്നു. അവളുടെ മുഖത്തേക്ക് നോക്കി ചാർലിക്ക് അവളോട് വല്ലാത്തൊരു വാത്സല്യവും സ്നേഹവും ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു. നെറ്റിയിലേക്ക് വീണ് കിടന്ന അവളുടെ മുടികളെ ഒന്ന് മാടി ഒതുക്കി പുറകിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് അവൻ അവളുടെ നെറ്റിയിൽ തൻ്റെ ചുണ്ടുകൾ ചേർത്തു. കണ്ണുകളടച്ച് അവളതിനെ സ്വീകരിച്ചു. അവളുടെ ഇരു കണ്ണിലും ചാർലി ചുംബിച്ചു. ഒരു പുഞ്ചിരിയോടെ അവനിൽ നിന്നും അതൊക്കെ ഏറ്റുവാങ്ങി കിടക്കുകയായിരുന്നു അവൾ. പതിയെ അവൻ്റെ ചുംബനത്തിൻ്റെ ഗതി മാറി ഒഴുകാൻ തുടങ്ങി. വാത്സല്യത്തോടെയുള്ള ആ ചുംബനത്തിൽ നിന്നും അവൻ്റെ ചുണ്ടുകൾ പ്രണയത്താൽ നിറഞ്ഞു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലേക്ക് ഉരസി. ഷീതു പിടഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിമുറുക്കി. അവൻ്റെ ചുണ്ടും നാവും അവളിൽ കളം വരച്ചു. ഷീതുവിന് അടിവയറ്റിൽ നിന്നും എന്തോ ഒരു ഫീൽ ഉണ്ടാകുന്നത് അവൾ അറിഞ്ഞു. മാറിടങ്ങളൊന്ന് ഉയർന്നു താഴ്ന്നു. അവളിൽ നിന്നും ഒരു ഏങ്ങൽ പുറത്തേക്ക് വന്നു. അവൻ്റെ കൈകൾ അവളുടെ ഡ്രസ്സിന് മുകളിൽ കൂടി അവളുടെ മാറിൽ അമർന്നു. ഇച്ഛായ, അവൾ വിളിച്ചുപോയി. ചാർലിയുടെ പല്ലുകൾ അവളുടെ കഴുത്തിൽ പതിഞ്ഞു. അവൾ വേദന കൊണ്ട് പറഞ്ഞു പോയിരുന്നു. പതിയെ അവൻ്റെ കൈകൾ അവളുടെ ഡ്രസ്സിനിടയിൽ കൂടി നഗ്നമായ വയറ്റിൽ പതിഞ്ഞു. ഷീതു പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ച് മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ അവനത് ഇഷ്ടപ്പെടാത്തതുപോലെ അവളുടെ കൈകളെ തട്ടി മാറ്റിക്കൊണ്ട് അവളുടെ ഇടുപ്പിൽ കരങ്ങൾ അമർത്തി. അവളുടെ കഴുത്തിൽ അവൻ കാണിക്കുന്ന കുസൃതികൾ അവളിലെ പെണ്ണിനെ ഉണർത്താൻ കഴിവുള്ളതായിരുന്നു. അവളുടെ ഉമിനീർ തൊണ്ടക്കുഴിയിലൂടെ താഴേക്ക് പോകുന്നത് വരെ അവൻ അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. നിമിഷങ്ങൾ കടന്നു പോകും തോറും അവൻ്റെ ശരീരം ചൂട് പിടിക്കാൻ തുടങ്ങി. ഇരുവർക്കും പരസ്പരം അറിയാനെന്ന പോലെ ശരീരവും മനസ്സും ഒരുപോലെ വെമ്പുന്നുണ്ടായിരുന്നു. ചാർലി അവളുടെ ശരീരത്തിലുണ്ടായിരുന്ന ഓരോ വസ്ത്രങ്ങളും തൻ്റെ കൈയാൽ വേർപ്പെടുത്തിയിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം അവൻ്റെ മുൻപിൽ അങ്ങനെ കിടക്കേണ്ടി വന്ന അവൾക്ക് വല്ലാത്ത നാണം തോന്നി. രണ്ട് കൈകൾ കൊണ്ടും അവനെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടന്നു അവൾ. അവനൊരു ചിരിയോടെ അവളെ വേർപ്പെടുത്തിക്കൊണ്ട് നേരെ കിടത്തി. പിന്നെ തൻ്റെ ശരീരത്തിലുണ്ടായ വസ്ത്രങ്ങളും മാറ്റിയതിനു ശേഷം അവളുടെ ശരീരത്തിലേക്ക് അവൻ അമർന്നിരുന്നു. ഷീതു കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചു. അവളുടെ ശരീരത്തിലെ ഓരോ അണുവിനെ പോലും അവൻ ചുംബിച്ചുണർത്തിയിരുന്നു. ഓരോ തവണ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ശരീരത്തിൽ പതിക്കുമ്പോൾ അവളിൽ നിന്നും ഒരു നേർത്ത ശബ്ദം പുറത്തേക്ക് വന്നു. ഷീതു, എന്തിനാ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നേ? കുസൃതി ചിരിയോടെ അവളെ നോക്കി അവൻ ചോദിക്കുന്നത് കേട്ട് അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. അവൻ്റെ മുഖത്ത് ആകെ കുറുമ്പായിരുന്നു. അത് കണ്ടതും അവനെ തള്ളിമാറ്റി അവൾ തിരിഞ്ഞു കിടക്കാൻ ശ്രമിച്ചെങ്കിലും അതിനവൻ സമ്മതിച്ചിരുന്നില്ല. ബലമായി തന്നെ അവളെ കിടത്തിയതിനു ശേഷം അവൻ്റെ ശരീരം അവളിലേക്ക് അമർത്തിയിരുന്നു. അവളുടെ ശരീരത്തിൽ അവൻ്റെ ചുണ്ടുകൾ പതിയാത്ത ഒരിടവും ബാക്കിയുണ്ടായിരുന്നില്ല. കാൽവിരൽ മുതൽ നെറ്റുവരെയും അവൻ അവളെ പ്രണയിച്ചുകൊണ്ടിരുന്നു. നിമിഷങ്ങൾ ഓരോന്നായി കടന്നുപോയി. ഒടുവിൽ ഒരിക്കൽ കൂടി അവളെ സ്വന്തമാക്കിക്കൊണ്ട് ചാർലി അവളുടെ ശരീരത്തിലേക്ക് തളർന്നു വീണു. ഷീതു ഒരു പുഞ്ചിരിയോടെ അവൻ്റെ വിയർത്ത ശരീരത്തെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു. അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖമമർത്തിക്കൊണ്ട് അവൻ കുറച്ചു നിമിഷം അങ്ങനെ കിടന്നു. അവൻ്റെ ചൂട് നിശ്വാസം അവളുടെ കഴുത്തിൽ പതിക്കുന്നത് അവൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഷീതു, അവൻ വിളിച്ചതും അവളൊന്ന് മൂളി. ഇസുവിന് കൂട്ടായിട്ട് ഒരാളും കൂടി വരട്ടെ, അവൻ പറയുന്നത് കേട്ട് അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അല്ല, കാക്കയുടെ വിശപ്പും മാറും. അവൻ പറയുന്നത് കേട്ട് അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. പറയാൻ വന്നത് നിർത്തിയിട്ട് അവളെ നോക്കി ഒരു വളിച്ച് ചിരിച്ചിരിച്ചു അവൻ.
എന്നിട്ട് ഈ കാക്കയുടെ വിശപ്പ് മാറിയോ? അവൾ പുരികം പൊക്കി അവനോട് ചോദിച്ചു. അവനില്ല എന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി ചുമലനക്കി. അവൾ കപടദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആ വിശപ്പ് അങ്ങനെയൊന്നും മാറുന്നതല്ല, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നഗ്നമായ മാറിലൂടെ ചൂണ്ടുവിരൽ കൊണ്ട് തഴുകി. അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഒരു റൗണ്ട്. അവൻ ബാക്കി പറയുന്നതിന് മുൻപേ തന്നെ അവൾ അവൻ്റെ വാ പൊത്തിപ്പിടിച്ചു. ഒരു റൗണ്ടും ഇല്ല, 2 റൗണ്ടും ഇല്ല. അധികമായാൽ അമൃതവും വിഷമെന്നാ. അതുകൊണ്ട് പുലിക്കളത്തിൽ ചാർലി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അവൾ പറഞ്ഞതും അവൻ അവളുടെ ഇടുപ്പിലൊരു പിച്ചു കൊടുത്തു. ആ എന്താ? ഇടുപ്പൊഴിഞ്ഞുകൊണ്ട് അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. നിനക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല, അവൻ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കിടന്നു. അവനങ്ങനെ പറയുന്നത് കേട്ട് അവൾക്ക് ചിരിയാണ് വന്നത്. അവളോട് പിണങ്ങി തിരഞ്ഞു കിടക്കുന്ന ചാർലിയുടെ പുറകിൽ കൂടി കൈയിട്ട് അവൾ അവനെ ചുറ്റിപ്പിടിച്ചു. പക്ഷേ എനിക്കൊരുപാട് ഇഷ്ടമാണ്, എൻ്റെ ജീവനാണ്. അവൾ അവൻ്റെ പുറത്തൊന്ന് ചുണ്ടുകൾ ചേർത്തുകൊണ്ട് പറഞ്ഞതും അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിടാർ നേരെ അവളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു. പിന്നെ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. അവൻ തൻ്റെ നെഞ്ചിലേക്ക് അവളെ ചേർത്ത് കിടത്തി. അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. അവൾ ഒന്നും മിണ്ടാതെ അവനെ ചുറ്റിപ്പിടിച്ച് കണ്ണുകളടച്ചു. എന്തോ നേടിയതുപോലെ അവനും സന്തോഷത്തോടെ അവളെ ചേർത്ത് പിടിച്ച് മയങ്ങിയിരുന്നു. തൻ്റെ പപ്പയുടെ അടക്കമൊക്കെ കഴിഞ്ഞതും അവൻ റൂമിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. ഇതുവരെയും തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ മുഴുവൻ ആദം ആലോചിച്ചുകൊണ്ടിരുന്നു. എടി, നീ ഇങ്ങോട്ട് തരുന്നുണ്ടോ ഇല്ലയോ? ഷീതുവിൻ്റെ കയ്യിലിരിക്കുന്ന ഡയറി മിൽക്ക് തട്ടിപ്പറിക്കാൻ നോക്കുകയാണ് ആദം. എന്നാൽ അവളതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവനിൽ നിന്ന് മാറ്റി പിടിച്ചുകൊണ്ട് അവൾ അവനെ നോക്കി ചിരിച്ചു. പെട്ടെന്നാണ് പുറകിൽ കൂടി വന്ന ആരോ ഒരാൾ തൻ്റെ കയ്യിൽ വെച്ചിരുന്ന ഡയറി മിൽക്ക് പൊക്കിയെടുത്തത്. ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിയതും ചാർലിയാണ്. ചാർലിച്ച, അതിങ്ങ് തന്നെ, അതെനിക്ക് സമ്മാനം കിട്ടിയതാ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി കെറുവോടെ പറഞ്ഞു. എന്നാൽ അവൾ അത് പറയുന്നത് കേട്ടിട്ടും അവനൊരു ചിരിയോടെ അവളെ നോക്കിയതിന് ശേഷം ആ ഡയറി മിൽക്ക് ആദത്തിൻ്റെ കൈകളിലേക്ക് എറിഞ്ഞിട്ട് കൊടുത്തു. അവനത് കറക്റ്റായിട്ട് ക്യാച്ച് പിടിക്കുകയും ചെയ്തു. രണ്ടുപേരും അവളുടെ അപ്പുറവും ഇപ്പുറവും നിന്ന് അവളെ കളിയാക്കി ചിരിച്ചു. എനിക്ക് രണ്ടുപേരെയും കാണണ്ട, രണ്ടുപേരെയും നോക്കി പറഞ്ഞതിന് ശേഷം അവൾ മുഖവും വീർപ്പിച്ച് വെച്ച് അവിടെ നിന്നും പോയി. ചാർലി ആദത്തിനെ നോക്കി. ഇനി എന്ത് ചെയ്യുമെന്നുള്ള മട്ടിൽ പുരികം പൊക്കി കാണിച്ചു. അവൾ നേരെ പോയി പള്ളിയുടെ മുൻപിലുള്ള സ്റ്റെപ്പിലേക്കിരുന്നു. അത് കണ്ടതും ചാർലിയും ആദവും അവളുടെ ഇടവും വലവും ചെന്നിരുന്നു. തൻ്റെ അടുത്ത് വന്നിരിക്കുന്ന രണ്ടുപേരെയും നോക്കാതെ അവൾ എങ്ങോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ആദം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡയറി മിൽക്ക് അവൾക്ക് കൊടുത്തത്. എനിക്ക് വേണ്ട, അവൾ വാശിയോട് അവനെ നോക്കി പറഞ്ഞു. പെണ്ണെ, കളിക്കാതെ അങ്ങോട്ട് വാങ്ങിക്കേ. അവൻ വീണ്ടും അവൾക്ക് മുൻപിലേക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് വേണ്ട, അവൾ വീണ്ടും വാശിയോടെ പറഞ്ഞു. അത് കേട്ടതും ആദം അവളുടെ മറുസൈഡിലിരിക്കുന്ന ചാർലിയെ നോക്കി. അവനും ചിരിച്ചുകൊണ്ട് ആദത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. അവൻ ഉടനെ തന്നെ അത് പൊളിച്ചു. പിന്നെ ഒരു പീസ് മുറിച്ച് അവൾക്ക് നേരെ നീട്ടി. എന്നാൽ അത് കണ്ടതും അവൾ അവനെ പുച്ഛിച്ചുകൊണ്ട് മുഖം കോട്ടി കാണിച്ചു. അവൻ ബലമായി ആ പീസ് മിഠായി അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. അത് കഴിക്കുന്നതിനിടയിൽ അവൾ അവനെ നോക്കിയതും അവൻ പുഞ്ചിരിച്ചു. അത്രയും മതിയായിരുന്നു അവളുടെ പിണക്കം തീരാൻ. അവൾ 32 പല്ലും കാണിച്ച് അവനെ നോക്കി ചിരിച്ചു കാണിച്ചിരുന്നു. അവൾ തൊട്ടപ്പുറത്തിരുന്ന ചാർലിയെ നോക്കി. പിന്നെ ആദത്തിൻ്റെ നേരെ കൈ നീട്ടിയതും അവൻ അടുത്ത പീസ് എടുത്ത് അവൾക്ക് കൊടുത്തു. അതവൾ ചാർലിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. പിന്നെ ഒരു പീസും കൂടി മുറിച്ച് ആദത്തിനും കൊടുത്തു. 3 പേരും കൂടിയാണ് അവൾക്ക് സമ്മാനമായി കിട്ടിയ ആ ഡയറി മിൽക്ക് അന്ന് കഴിച്ചു തീർത്തത്. പഴയ കാര്യങ്ങൾ ഓരോന്നോർത്തതും ആദത്തിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. എത്ര നല്ലൊരു സൗഹൃദമായിരുന്നു തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത്. സൗഹൃദത്തിന് എപ്പോഴാണ് വിള്ളൽ വീണത്? അത് നഷ്ടപ്പെടുത്തിയത് താൻ തന്നെയല്ലേ? അവന് വല്ലാത്ത വേദന തോന്നി. പെട്ടെന്നാണ് അവൻ്റെ കണ്ണിൽ തൻ്റെ റൂമിൽ വെച്ചിരുന്ന ആദത്തിൻ്റെയും പ്രിൻസിയുടെയും വിവാഹ ഫോട്ടോയിലേക്ക് എത്തിയത്. താൻ ഒരിക്കലും സ്നേഹിക്കാത്തൊരു പെണ്ണ് വിവാഹം കഴിച്ചെങ്കിലും അവളെ സ്നേഹിക്കാൻ തൻ്റെ മനസ്സിന് ഒരിക്കൽ പോലും കഴിഞ്ഞിട്ടില്ല. 2 വർഷത്തോളം അവളുടെ ഒപ്പം ഒരേ റൂമിൽ താമസിച്ചിട്ടും ഒരു ഫിസിക്കൽ അട്രാക്ഷൻ പോലും അവളോട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എന്ത് നേടാനായിരുന്നു അവൾ തൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്നത്? ഒന്നും പറയാതെ തൻ്റെ ജീവിതത്തിൽ നിന്നും അവൾ ഒഴിഞ്ഞു പോവുകയും ചെയ്തു. റിൻസിയുടെ കാര്യങ്ങൾ ഓരോന്ന് ഓർത്തപ്പോഴാണ് അവളെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ അവനെ കണ്ടതും അവനോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് പോയതൊക്കെ അവൻ്റെ ഓർമ്മയിലേക്ക് വന്നത്. എന്തായിരിക്കാം അവർക്ക് തന്നോട് സംസാരിക്കാനുണ്ടായിരിക്കുക? അവരെ വിളിക്കണോ വേണ്ടായോ എന്നുള്ള സംശയത്തോടെ ആദം അവരുടെ നമ്പർ എടുത്തിട്ട് ആലോചനയോടിരിക്കുകയാണ്. ഇച്ചായ, പെട്ടെന്നാണ് തൻ്റെ വാതിൽക്കൽ വന്ന് നിന്നിട്ടുള്ള ആരുടെയോ വിളി അവൻ കേട്ടത്. അവൻ സംശയത്തോടെ ഫോണിൽ നിന്നും തല ഉയർത്തിയതിനു ശേഷം വാതിൽക്കലേക്ക് നോക്കിയതും സോണിയായിരുന്നു. അവളെ കണ്ടതും അവൻ പെട്ടെന്ന് കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. വേണ്ട, എഴുന്നേക്കണ്ട ഇച്ചായ, ഞാൻ വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണെന്ന് പറയാൻ വേണ്ടി വന്നതാ. സോണി അവനെ നോക്കി പറഞ്ഞു. എല്ലാവരും പോകാൻ ഇറങ്ങുവാണോ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. അതിനവൾ ആണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി. ശരി, അവൻ തിരികെ അവളോട് പറഞ്ഞു. അവനെ ഒന്ന് നോക്കിയതിന് ശേഷം അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങി. സോണി, പെട്ടെന്ന് ആദം വിളിച്ചതും അവൾ സംശയത്തോടെ നിന്നു. ഇനിയെങ്കിലും പഴയ ജീവിതത്തിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കണം. അർഹതപ്പെട്ടതാണെങ്കിൽ നമ്മുടെ കൈകളിലേക്ക് തന്നെ എത്തും. കിട്ടാത്തതിനെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കരുത്, പ്രത്യേകിച്ച് മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട്. ഞാൻ പറയുന്നത് എന്താണെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അവൻ ചോദിക്കുന്നത് കേട്ട് ചാർലിയുടെ കാര്യമാണ് അവൻ പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അവളതിനെ തലയാട്ടി. ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റുണ്ടാവില്ല. ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല.
പക്ഷെ ഒരിക്കലും അതൊന്നും ഞാൻ ആവർത്തിക്കാൻ ശ്രമിക്കില്ല. അച്ചായൻ പറഞ്ഞതുപോലെ അർഹതപ്പെട്ടതാണെങ്കിൽ എന്നിലേക്ക് തന്നെ വരും. അത്രയും പറഞ്ഞ് അവന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ സോണി അവിടെ നിന്നും പോയിരുന്നു. പോകുന്നത് നോക്കി ആദം അവിടെ നിന്നു. അവന്റെ മനസ്സിൽ കൂടി ഇസുവിന്റെ മുഖം കടന്നുപോയി. തന്റെ ചോരയാണ്, തനിക്ക് അവകാശിയാണ്. ഒരർഹതയുമില്ല. അവളുടെ പപ്പയെന്നുള്ള സ്ഥാനം പോലും അർഹിക്കാൻ താൻ ആളല്ല. അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വേദന തോന്നി. കുറ്റബോധം അവനെ തളർത്തിക്കൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ ചാർലിയുടെ നെഞ്ചിൽ തലവെച്ച് സുഖമായി ഉറങ്ങുകയാണ് ഷീതു. പെട്ടെന്നാണ് ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടത്. അവളിൽ നിന്നും അകന്നു മാറാൻ ഒട്ടും താല്പര്യമില്ലാത്തതുപോലെ ചാർലി നെറ്റി ചുളിച്ചുകൊണ്ട് തൻ്റെ അടുത്ത് വെച്ചിരുന്ന ഫോൺ എടുത്തു. റയാനായിരുന്നു. ഐ, ഉറക്കമാണോ? മറുവശത്തു നിന്നും അവൻ്റെ ചോദ്യം. ഉറക്കത്തിൽ നിന്നും വിളിച്ചെഴുന്നേപ്പിച്ചിട്ടാണോടാ പുല്ലേ ഉറക്കമാണോ എന്ന് ചോദിക്കുന്നത്? നിനക്ക് എന്താ വേണ്ടത്? പാതി ഉറക്കത്തോടെ ചാർലി തിരികെ അവനോട് ചോദിച്ചു. ഓഹോ, രാവിലെ ശല്യപ്പെടുത്തിയതിൻ്റെ ദേഷ്യമാണോ കാണുന്നത്? കുഞ്ഞിനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തിയിട്ട് രണ്ടുപേരും കൂടി സുഖമായിട്ട് ഉറങ്ങിയല്ലേ? റയാൻ കളിയാക്കുന്ന രീതിയിൽ ചാർലിയോട് പറഞ്ഞു. അത് കേട്ടതും തലേന്ന് രാത്രിയിൽ അവർക്കിടയിലുണ്ടായ സുന്ദരമായ നിമിഷങ്ങൾ അവൻ്റെ മനസ്സിൽ കൂടി ഒരു നിമിഷം കടന്നുപോയി. അതോർത്തതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. പിന്നെ തൻ്റെ നെഞ്ചിലൊരു പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങിക്കിടക്കുന്നവളുടെ മുഖത്തേക്ക് നോക്കി. ഒന്നും തന്നെ അറിയാതെ സുഖമായി ഉറങ്ങുകയാണവൾ. അവളുടെ നെറുകയിലൊന്ന് തലോടി നെറ്റിയിലൊന്ന് ചുണ്ടുകൾ ചേർത്തു ചാർലി. ചേട്ടായി എന്താ ഒന്നും മിണ്ടാത്തത്? അവൻ്റെ അനക്കമൊന്നുമില്ല എന്നത് കണ്ടതും റയാൻ വീണ്ടും ചോദിച്ചു. നിനക്ക് എന്താടാ രാവിലെ വേണ്ടത്? എനിക്കൊന്നും വേണ്ടായേ. സാധാരണ രാവിലെ എഴുന്നേറ്റ് ഞങ്ങളെ വിളിച്ചുണർത്തി ജോഗിങ്ങിന് പോകുന്ന ആളാണ്. ഇന്ന് യാതൊരു അനക്കവും ഇല്ല, അതുകൊണ്ട് വിളിച്ചതാ. റയാൻ വീണ്ടും പറഞ്ഞതും ചാർലി കണ്ണുകൾ തുറന്ന് ക്ലോക്കിലേക്ക് നോക്കി. സമയം 8:30 കഴിഞ്ഞിരുന്നു. അയ്യോ, 8:30 ഞാൻ ദാ വരുന്നു. അവൻ തിരികെ അവനോട് പറഞ്ഞു. എന്തിനാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണോ? അതെ, ഞാനും ക്രിസ്റ്റിച്ചാനും കൂടി ജോഗിങ്ങിന് പോയിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുക. ഇനി ഞങ്ങൾ എന്തായാലും ജോഗിങ്ങിന് വരുന്നില്ല. സമയമായിട്ട് രണ്ടുപേരെയും താഴോട്ട് കാണാഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചത്. റയാൻ അവനെ കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞതും ചാർലി ഒരു കൈ നെറ്റിയിൽ വെച്ച് ചമ്മിയതുപോലെയായി. എടാ, അവളെ കെട്ടിപ്പിടിച്ച് സുഖമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങാതെ എഴുന്നേറ്റ് വരാൻ നോക്ക്. ഒന്നുമില്ലെങ്കിലും കല്യാണം കഴിക്കാത്ത 2 പുരുഷന്മാരും കൂടി ഈ വീട്ടിലുണ്ടെന്നൊന്ന് ഓർത്തോണേ. ഇതൊന്നും കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ക്രിസ്റ്റി അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയതിനു ശേഷം ചാർലിയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. എടാ, അവരെ കളിയാക്കാതെ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ നോക്ക്. മറുവശത്തു നിന്നും മമ്മി അവരെ വഴക്ക് പറയുന്ന സൗണ്ടും ചാർലിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ക്രിസ്റ്റി മമ്മി പറയുന്നത് കേട്ട് ചിരിയോടെ ഫോൺ വെച്ചു. ചാർലി ചമ്മിയതുപോലെ സ്വയം ഒന്ന് ചിരിച്ചു. അവൻ ഫോൺ വെച്ചതും ഷീതു ഉറക്കത്തിൽ ഞെരുങ്ങുന്നത് പോലെ ഒരു സൗണ്ട് കേട്ടു. അവൻ സംശയത്തോടെ തന്നെ പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾ പതിയെ കണ്ണുകൾ തുറന്നു. പിന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. സമയം 8:30 താഴേന്ന് കോള് വന്നിരുന്നു. അവൻ പറയുന്നത് കേട്ട് അവൾ ഞെട്ടിക്കൊണ്ട് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. അവളുടെ നഗ്നമായ ശരീരം അവൻ്റെ മുൻപിൽ വെളിവായി. അവൾ പെട്ടെന്ന് പുതപ്പും ചുറ്റി അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയതും ചാർലി അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് കട്ടിലിലേക്ക് ഇട്ടിരുന്നു. ഇച്ചായ വീട്, സമയം ഒരുപാടായി. അയ്യേ, താഴെ ചെല്ലുമ്പോൾ ഞാൻ അവരുടെയൊക്കെ മുഖത്ത് എങ്ങനെ നോക്കും? അവൾ ചളുപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എന്നാൽ അവളങ്ങനെ പറയുന്നത് കേട്ടിട്ടും അവൻ ഒന്നും തന്നെ മിണ്ടാതെ അവളെ നോക്കിക്കിടന്നു. ഇച്ചായ മാറിക്കേ. അവൾ വീണ്ടും അവനെ തള്ളി മാറ്റാൻ തുടങ്ങി. എന്നാൽ അവനൊന്നും അനങ്ങുന്നത് പോലും ഉണ്ടായിരുന്നില്ല. അവനങ്ങനെ നോക്കുന്നത് കണ്ട് അവളും തിരികെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പെട്ടെന്ന് അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖമമർത്തി അവിടെ ഒന്ന് ഉരസി. അവളുടെ അടിവയറ്റിൽ നിന്നും വെപ്രാളം അനുഭവപ്പെട്ടു. ശരീരം ചൂട് പിടിക്കാൻ തുടങ്ങി. അവൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. ഒരിക്കൽ കൂടി തൻ്റെ പെണ്ണിനെ ആവോളം അറിയാൻ അവൻ്റെ ശരീരം തയ്യാറെടുത്തിരുന്നു. ഒരിക്കൽ കൂടി ആ പകൽ അവർ ഒന്നാകുമ്പോൾ ഇരുവരിലും എന്തൊക്കെയോ സംതൃപ്തി ഉണ്ടായിരുന്നു.